ഡിയർ സ്റ്റുഡൻസ്, ഡിറ്റർമിനൻസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ് എന്ന കൺസെപ്റ്റാണ് നമ്മൾ പഠിച്ചത്. അതായത് കോഫാക്ടർ മെട്രിക്സ് കണ്ടിട്ട് അതിന്റെ ട്രാൻസ്പോസ് കാണുന്ന രീതി, ആ മെട്രിക്സിന് നമ്മൾ അഡ്ജോയിന്റ് എന്ന് പറഞ്ഞത്. പിന്നെ അഡ്ജോയിന്റ് കാണുന്നതിൽ ഇതിനെയാണ് സ്ക്വയർ മെട്രിക്സിന്റെയാണ് കാണുന്നത്, സ്ക്വയർ മെട്രിക്സിന്. ഇനി അതിന്റെ കൂടുതലായ കൺസെപ്റ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കോഫാക്ടർ മെട്രിക്സ് ആൻഡ് അഡ്ജോയിന്റ്. അപ്പൊ കോഫാക്ടർ മെട്രിക്സ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കല്? ഒരു സ്ക്വയർ മെട്രിക്സിലെ ഓരോ എലമെന്റിന്റെ കോഫാക്ടർ ആദ്യം കണ്ടുപിടിക്കാം. ഇപ്പം AIJ, സ്മോൾ AIJ ഒരു മെട്രിക്സിലെ ഒരു എലമെന്റ് ആണെങ്കിൽ അതിന്റെ കോഫാക്ടറിനെ ക്യാപിറ്റൽ AIJ എന്ന് ഡിനോട്ട് ചെയ്യും. That capital AIJ equal to എത്ര? -1 raised to I plus j MIJ. MIJ എന്ന് പറഞ്ഞാൽ മൈനർ അല്ലേ? അതായത് ഇപ്പം ഈ A11, ഈ A ഈക്വൽ ടു മെട്രിക്സ് A11, ഈ A11ന്റെ കോഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കൽ ഓർമ്മയുണ്ടല്ല? അതിന്റെ ഈ A11ന്റെ കോഫാക്ടർ എങ്ങനെ ഡിനോട്ട് ചെയ്യും? ക്യാപിറ്റൽ A11 എന്ന് ഡിനോട്ട് ചെയ്യും. അതെങ്ങനെ കണ്ടുപിടിക്കൽ? ദാറ്റ് ഈസ് ഈക്വൽ ടു -1 raised to 1 plus 1 അല്ലേ? പിന്നെ ഈ A11 വരുന്ന റോയും കോളും ഒഴിവാക്കി കിട്ടുന്ന ഡിറ്റർമിനന്റ്. ഓക്കെ, അതാണ് അതിന്റെ കോഫാക്ടർ. A11ന്റെ കോഫാക്ടർ നമ്മൾ ക്യാപിറ്റൽ A11 എഴുതും, A12ന്റെ കോഫാക്ടറിന് ക്യാപിറ്റൽ A12 എഴുതും. ഓക്കെ, അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട്. അത് കാണുന്ന പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് കൂടുതൽ പ്രോബ്ലംസ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ വളരെ പ്രധാനമായി ചെയ്യേണ്ടത് ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കാണുന്നതിന് മുമ്പ് തന്നെ മുമ്പത്തെ ക്ലാസ് 3 ഒന്ന് കാണുന്നത് നന്നായിരിക്കും. ആ കൺസെപ്റ്റ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ് 3 കണ്ടതിന് ശേഷം ക്ലാസ് 4ലേക്ക് വരുന്നതായിരിക്കും നല്ലത്. അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. പെട്ടെന്ന് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ക്ലാസ് 3 കണ്ടിട്ട് തന്നെ ക്ലാസ് 4 കാണാൻ വേണ്ടി ശ്രമിക്കുക. അത് പഠിച്ചവർക്ക് പ്രശ്നമൊന്നുമില്ല, കൃത്യമായിട്ട് പഠിച്ചവർക്ക് ബുദ്ധിമുട്ടില്ല, അത് വളരെ എളുപ്പമായിട്ട് പോകും. ഓക്കെ, ഇനി നമുക്ക് 2 തിയറി ആണ് അത് പഠിക്കാനുള്ളത്. നോക്കാം. ഒന്ന്, തിയറം 1. ഇഫ് A be any given square matrix of order n, then A into adjoint A equal to adjoint A into A equal to determinant A into I, where I is the identity matrix of order n. അതായത് തെളിയിക്കണ്ട് A into adjoint A is equal to adjoint A into A equal to determinant A into I എന്ന് തെളിയിക്കണം. അപ്പം A ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? തിയറം വെരിഫൈ ചെയ്യുന്നു. അതിന് വേണ്ടി ഒരു സൗകര്യത്തിന് വേണ്ടി 3x3 മെട്രിക്സ് എടുത്തു. എന്നിട്ട് A ഈക്വൽ ടു മെട്രിക്സ് A11, A12, A13, A21, A22, A23, A31, A32, A33 ഒരു 3x3 മെട്രിക്സ് എടുത്തു. ദെൻ കോഫാക്ടർ, ഇതിന്റെ കോഫാക്ടർ എങ്ങനെ ഡിനോട്ട് ചെയ്യും? മെട്രിക്സ് A11, A12, A13, A21, A22, A23, A31, A32, A33. ഡൗട്ടില്ല, ഇതിന്റെ കോഫാക്ടർ മെട്രിക്സ് എന്ന് ഇതാണ്. ഇത് തിയറി ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. പ്രോബ്ലം ഇത് കാണണം. ഓക്കെ, കാണുന്ന രീതിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ, തിയറി ആയതുകൊണ്ട് നമ്മൾ തിയറി പ്രകാരം എഴുതി. ഇതാണ് ഇതിന്റെ കോഫാക്ടർ മെട്രിക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ അഡ്ജോയിന്റ്? അത് കോഫാക്ടർ മെട്രിക്സ് ആണെങ്കിൽ അഡ്ജോയിന്റ് നമുക്കറിയാം, ഇതിന്റെ ട്രാൻസ്പോസ് അല്ലേ? അപ്പൊ അതിന്റെ അഡ്ജോയിന്റ് എന്തായിരിക്കും? ഈ മെട്രിക്സ് ആയിരിക്കും. ഇതായിരിക്കും അതിന്റെ അഡ്ജോയിന്റ്. ഏത് മെട്രിക്സ്? A11, A21, A31, A12, A22, A32, A13, A23, A33. ഡൗട്ടില്ല, കോഫാക്ടർ മെട്രിക്സ് അതായതുകൊണ്ട് അതിന്റെ അഡ്ജോയിന്റ് ഈ മെട്രിക്സ് ആയിരിക്കും. ഈ മെട്രിക്സ് അടുത്ത സ്റ്റെപ്പ് ഒന്ന് A ഇൻറ്റു അഡ്ജോയിന്റ്. ഞാൻ അഡ്ജോയിന്റ് എന്നിട്ട് വേറെ എഴുതിയിട്ടാ, നിങ്ങൾ എഴുതിയിട്ട് തന്നെ ചെയ്തു. അപ്പൊ A ഇൻറ്റു അഡ്ജോയിന്റ് ഈക്വൽ എത്ര? മെട്രിക്സ് A11, A12, A13, A21, A22, A23, A31, A32, A33 ഇൻറ്റു മെട്രിക്സ് എത്ര? A11, A21, A31, A12, A22, A32, A13, A23, A33. ഡൗട്ടില്ല, നേരത്തെ കോഫാക്ടർ മെട്രിക്സ് ആണ്, അതിന്റെ ട്രാൻസ്പോസ് ആണ് ഈ മെട്രിക്സ് അഡ്ജോയിന്റ്. ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 3x3 മെട്രിക്സ് ആണ്. മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് തന്നെ 3x3 മെട്രിക്സ് ആയിരിക്കും. റോ കോളം മെത്തേഡ് അപ്ലൈ ചെയ്യാം. റോ കോളം മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ നോക്കി ഒന്നാമത്തെ റോ ഒന്നാമത്തെ കോളത്തോണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. A11 into A11 പ്ലസ് A12 into A12 പ്ലസ് A13 into A13 1 പൊസിഷനിൽ എഴുതാം. പിന്നെ ഒന്നാമത്തെ റോയിന് രണ്ടാമത്തെ കോളത്തോണ്ട് ദാറ്റ് ഈസ് A11 into A21 പ്ലസ് A12 into A22 പ്ലസ് A13 into A23. ദെൻ ഒന്നാമത്തെ റോയിന് മൂന്നാമത്തെ കോളത്തോണ്ട് A11 into A31 പ്ലസ് A12 into A32 പ്ലസ് A13 into A33. ഓക്കെ, ദെൻ രണ്ടാമത്തെ കോളത്തിന് ഒന്നാമത്തെ ഉണ്ട് A21 into A11 പ്ലസ് A22 into A12 പ്ലസ് A23 into A13. ദെൻ രണ്ടാമത്തെ റോയിന് രണ്ടാമത്തെ കോളത്തോണ്ട് A21 into A21 പ്ലസ് A22 into A22 പ്ലസ് A23 into A23. ദെൻ രണ്ടാമത്തിന് മൂന്നാമത്തെ കോളത്തോണ്ട് A21 into A31 പ്ലസ് A22 into A32 പ്ലസ് A23 into A33. ദെൻ തേർഡ് റോ ഫസ്റ്റ് കോളം A31 into A11 പ്ലസ് A32 into A12 പ്ലസ് A33 into A13. ദെൻ A31 into A21 പ്ലസ് A32 into A22 പ്ലസ് A33 into A23. ദെൻ ലാസ്റ്റ് തേർഡ് റോ തേർഡ് കോളം A31 into A31 പ്ലസ് A32 into A32
പ്ലസ് A33 into A33. ഓക്കെ, ഇനി ഇതിന്റെ ഓരോന്നിന്റെ വില ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ച പ്രോപ്പർട്ടിയാണ്. എന്താണ്? സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് എലമെന്റ്സ് ഓഫ് എ റോ ഓർ കോളം വിത്ത് കറസ്പോണ്ടിങ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ആൻഡ് അതർവൈസ് സീറോ. ഓർമ്മയുണ്ടല്ലോ, അതാണ് കഴിഞ്ഞ ക്ലാസ്സിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട് ഒരു റോയിലെ എല്ലാ എലമെന്റ്സിനെയും അതിന്റെ തന്നെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതേ റോയിന്റെ തന്നെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ വില എത്ര? ഡിറ്റർമിനന്റ്. അല്ലാണ്ട് വരുമ്പോ സീറോ. അല്ലെങ്കിൽ ഒരു കോളത്തിലെ എല്ലാ എലമെന്റ്സിനെയും അതിന്റെ തന്നെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ ഡിറ്റർമിനന്റ്, അല്ലെങ്കിൽ വിലയോ സീറോ. ഓക്കെ, ആ പ്രോപ്പർട്ടി ഒന്നും കൂടെ എല്ലാവരും റിവൈസ് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഡയഗണൽ എലമെന്റ്സിൽ എപ്പോൾ വരുന്നു നോക്കി, ഒരു റോയൽ എലമെന്റ് അതിന്റെ തന്നെ കോഫാക്ടർ ആണ്. നോക്കി, A11 into A11 പ്ലസ് A12 into A12 പ്ലസ് A13 into A13 പറഞ്ഞത് ഒരു റോയൽ എലമെന്റ് അതിന്റെ തന്നെ കോഫാക്ടർ മൾട്ടിപ്ലൈ ആഡ് ചെയ്തു. സോ ഇതിന്റെ വാല്യൂ ഡിറ്റർമിനന്റ്. അതുപോലെ ഓക്കെ, ഇതാ A22 ഡയഗണൽ എലമെന്റ് പറഞ്ഞാൽ ഈ പൊസിഷൻ A21 into A21 പ്ലസ് A22 into A22 പ്ലസ് A23 into A23. അതായത് ഡയഗണൽ എലമെന്റ്സ് അടുത്ത എലമെന്റ് തന്നെ ഡിറ്റർമിനന്റ്. അതുപോലെ മൂന്നാമത്തെ എലമെന്റ് നോക്കി, A31 into A31 പ്ലസ് A32 into A32 പ്ലസ് A33 into A33. ഇവിടെ തന്നെ ഒരു എലമെന്റ് ഇതിന്റെ കോഫാക്ടർ അല്ലെ, ഒരു റോ. ഇപ്പൊ A31 A32 A33 എന്ന് പറയുന്നത് തേർഡ് റോ അല്ലെ എലമെന്റ് ആണ്. അതിന്റെ കോഫാക്ടർ ആണ് ഇത് A31 A32 A33. അതിന് മൾട്ടിപ്ലൈ ആഡ് ചെയ്യുമ്പോൾ വില എത്ര? ഡിറ്റർമിനന്റ്. ഡൗട്ട് ഇല്ല. ബാക്കി എല്ലാം സീറോ ആണ്. ബാക്കി നോക്കിയത് ഇവിടെ നോക്കി, A11 into A21. ഇത് കാണുമ്പോൾ മനസ്സിലായി, ഇത് 11 A21. 11 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഇതോ രണ്ടാമത്തെ റോ ആയി. അപ്പൊ തന്നെ എന്തായി? സീറോ. ബാക്കി ഇത് നോക്കണ്ട, ഇത് രണ്ട് സെയിം ആവണം നേരത്തെ. ഇത് രണ്ട് സെയിം ആയിട്ട് നിങ്ങൾ നോക്കട്ടെ മുമ്പോട്ട്. ബാക്കി അല്ലെങ്കിൽ വാല്യൂ സീറോ ആയിരിക്കും. ഇവിടെ A11 into A31. ഇത് കാണുമ്പോൾ തന്നെ ബാക്കി നോക്കണം, വേണ്ടല്ല. എന്തുകൊണ്ട്? വാല്യൂ സീറോ. കാരണം സെയിം കറസ്പോണ്ടിങ് കോഫാക്ടർ മൾട്ടിപ്ലൈ ആഡ് ചെയ്താലേ വേറെ പിന്നെ ഡിറ്റർമിനന്റ് വരുന്നില്ല. ബാക്കിയെല്ലാം സീറോ ആയിരിക്കും. ഇവിടെ A21 into A11 സീറോ. ഇവിടെ A21 into A31 സീറോ. ഇവിടെ A31 into A11. ബാക്കി നോക്കണ്ട, എന്തുകൊണ്ട്? ഇതന്നെ കറസ്പോണ്ടിങ് അല്ല, വെറൈറ്റി ആണ്. ഇവിടെ A31 into A21 സീറോ. ബാക്കിയെല്ലാം സീറോ. അപ്പൊ ഡയഗണൽ എലമെന്റിൽ ഡിറ്റർമിനന്റ് വരും, ബാക്കിയെല്ലാം സീറോ വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇതിൽ ഈ മെട്രിക്സിൽ ഡിറ്റർമിനന്റ് കോമൺ ആണ്. അപ്പൊ പുറത്തേക്ക് എടുക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പ്രോപ്പർട്ടി, മെട്രിക്സ് ആണ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ പറഞ്ഞാൽ എല്ലാത്തിനും മൾട്ടിപ്ലൈ എന്ന് പഠിച്ചിട്ടുണ്ട്. സോ ഡിറ്റർമിനന്റ് ടേക്കൺ ഔട്ട് സൈഡ്. സോ ഡിറ്റർമിനന്റ് ഇൻ മെട്രിക്സ് 1 0 0 0 1 0 0 0 1 ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? ഡിറ്റർമിനന്റ് A into 1 0 0 0 1 0 0 0 1 എന്ന് പറഞ്ഞാൽ I. അപ്പൊ എന്ത് കിട്ടി? A into adjoint A equal to what? Determinant A into I. Similarly, മറ്റേ ഭാഗം നമ്മൾ തെളിയിക്കുന്നു വേണ്ട, we can show that adjoint A into A equal to what? Determinant A into I. അതുകൊണ്ട് നമുക്ക് എന്താ പറയാ? A into adjoint A equal to adjoint A into A equal to determinant A into I. ക്ലിയർ ആണല്ലേ? അപ്പൊ ഈ തെളിയിച്ച കാര്യം ശ്രദ്ധിക്കുക. ഈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡയഗണൽ എലമെന്റ് ഡിറ്റർമിനന്റ് വരും, ബാക്കിയെല്ലാം സീറോ വരും. എന്തുകൊണ്ടാണ് ഡയഗണൽ എലമെന്റ് ഡിറ്റർമിനന്റ് വരുന്നത്? അവിടെ നമ്മൾ ഒരു റോയൽ എലമെന്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ആയിട്ട് ആഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് വില ഡിറ്റർമിനന്റ് വരുന്നത്, ബാക്കിയെല്ലാം സീറോ ആണ് വരുന്നത്. ഓക്കെ, അടുത്ത തിയറം 4. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ തിയറാണ്, ശ്രദ്ധിക്കുക. എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈസ് നോൺ സിംഗുലർ മെട്രിക്സ്. അതായത് ഒരു സ്ക്വയർ മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ, ഇൻവേർട്ടിബിൾ മീൻസ് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് എ നോൺ സിംഗുലർ മെട്രിക്സ്, അത് നോൺ സിംഗുലർ മെട്രിക്സ് ആയിരിക്കണം. എന്താ നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു സീറോ. അതായത് ഒരു സ്ക്വയർ മെട്രിക്സ് ഇനി ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ അത് നോൺ സിംഗുലർ ആണെന്ന് തെളിയിക്കും. തിരിച്ച് നോൺ സിംഗുലർ ആണെങ്കിൽ ഇൻവേഴ്സ് ഉണ്ട് തെളിയിക്കണം. മനസ്സിലായല്ല? ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. അപ്പം ആദ്യം ഇൻവേർട്ടബിൾ ആണെന്ന് വിചാരിക്കുക, നോൺ സിംഗുലർ ആണെന്ന് തെളിയിക്കുക. പിന്നെയോ നോൺ സിംഗുലർ ആണെന്ന് വിചാരിക്കുക, ഇൻവേർട്ടബിൾ തെളിയിക്കുക. മനസ്സിലായല്ല? അപ്പൊ ഇൻവേർട്ടബിൾ പറഞ്ഞാൽ എന്താണ്? ഇൻവേഴ്സ് ഉണ്ട്. ഇൻവേഴ്സിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻവേർട്ട് ഉണ്ട്, ഇൻവേഴ്സ് ഉണ്ട്. നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു സീറോ. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം വിചാരിക്കാം. സപ്പോസ് എ ഈസ് ഇൻവേർട്ടബിൾ എന്ന് വിചാരിക്കാം. സപ്പോസ് എ ഈസ് ഇൻവേർട്ടബിൾ, അതായത് വിചാരിച്ചു ലെറ്റ് എ ബി എ ഇൻവേർട്ടബിൾ മെട്രിക്സ് ഓഫ് ഓർഡർ n ആൻഡ് ഐ ബി ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ n. Then there exists a square matrix B of order n such that AB equal to BA equal to I. അതിന്റെ സംശയമില്ല. എ ഇൻവേർട്ടബിൾ ആണെങ്കിലോ, എക്ക് ഇൻവേഴ്സ് ഉണ്ട്. എന്താ ഇൻവേഴ്സിന്റെ ഡെഫിനിഷൻ? എ ഒരു മെട്രിക്സ് ആണെങ്കിൽ there exists a square matrix B of same order such that AB equal to BA equal to I ആണെങ്കിലാണ് എന്ത് പറയല്? ബീനെ എയുടെ ഇൻവേഴ്സ് എന്ന് പറയല്. ഡൗട്ടില്ല. അപ്പൊ എ ഇൻവേർട്ടബിൾ ആണെന്ന് വിചാരിച്ചു. അപ്പൊ എന്ത് പറയാ? എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ. ക്ലിയർ അല്ലേ? ഇത് തിയറി ആയതുകൊണ്ട് കുറച്ചുകൂടി മെല്ലൻ എടുക്കുന്നത്, കൃത്യം പഠിച്ചിട്ട് പോവാം. അപ്പൊ എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ. എന്തുകൊണ്ട്? എ ഇൻവേർട്ടബിൾ ആയതുകൊണ്ട്. എന്ത് തെളിയിക്കണം? എ നോൺ സിംഗുലർ മെട്രിക്സ് തെളിയിക്കണം. അതിന് വേണ്ടി എന്ത് ചെയ്ത് നോക്കോ? ഇവിടെ എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐയിൽ കൺസിഡർ എന്നെടുത്തു, എ ബി ഈക്വൽ ടു ഐ എന്നെടുത്തു. എ ബി ഈക്വൽ ടു ഐ രണ്ട് സൈഡിലും ഡിറ്റർമിനന്റ് എടുക്കാം. സോ ഡിറ്റർമിനന്റ് എ ബി ഈക്വൽ ടു വാട്ട്? ഡിറ്റർമിനന്റ് ഐ. ഓക്കെ, ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് എ ബി എന്ന് പറഞ്ഞാൽ എത്ര? ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ബി ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഐ എത്ര? 1. ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. എന്ത്? ഡിറ്റർമിനന്റ് ഐ 1 എന്ന് പഠിച്ചു. ഡിറ്റർമിനന്റ് എ ബി എത്ര? ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ബി എന്ന് നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ പഠിച്ചു.
സോ എന്ത് കിട്ടി? ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ബി ഈക്വൽ ടു 1 കിട്ടി. ഇതിൽ നമുക്ക് എന്ത് പറയാം? ക്ലിയർലി എന്ത് പറയാം? ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയാം. ശരിയല്ലേ? ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ബി 1 കിട്ടണമെങ്കിൽ ഡിറ്റർമിനന്റ് 0 ചെയ്യാൻ പറ്റില്ല. എന്തായിട്ട് ഷുവർ ആയിട്ട് ഇരിക്കുന്നത് ഒരു നോൺ സീറോ സ്കെയിലാർ ആയിരിക്കണം. സോ ക്ലിയർലി എന്തായി? ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0. Therefore what? A is non singular. ഡൗട്ടില്ല, സിമ്പിൾ പ്രൂഫ് ആണ്. അപ്പൊ എ ഇൻവേർട്ടബിൾ ആണെന്ന് വിചാരിച്ചു. എ ബി ഈക്വൽ ടു ബി ഈക്വൽ ടു ഐ. ദാറ്റ് ഈസ് എ ബി ഈക്വൽ ടു ഐ. ഡിറ്റർമിനന്റ് എടുത്തു. ഡിറ്റർമിനന്റ് എ ബി എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഐ. ഡിറ്റർമിനന്റ് ഐ എ ബി എന്ന് പറഞ്ഞാലോ ഡിറ്റർമിനന്റ് ഐ ഇൻറ്റു ഡിറ്റർമിനന്റ് ബി. ഡിറ്റർമിനന്റ് ഐയോ 1. ഡിറ്റർമിനന്റ് ഐ ഇൻറ്റു ഡിറ്റർമിനന്റ് ബി 1 ആണെന്ന് എന്തായിരിക്കും? ഡിറ്റർമിനന്റ് നോൺ സിംഗുലർ ആയിരിക്കൂലേ? സോ എ ഈസ് വാട്ട്? നോൺ സിംഗുലർ. ക്ലിയർ ആണല്ലോ? ഇനി തിരിച്ച് എന്ത് വിചാരിക്കുക? നോൺ സിംഗുലർ മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. എ ഇൻവേർട്ടബിൾ ആണെന്ന് തെളിയിക്കുക. അതിന് വേണ്ടിയിട്ട് നന്നായി ശ്രദ്ധിക്കുക. Conversely, let A be a non-singular matrix. Then we have what? Determinant A not equal to 0. അല്ലേ? ഡൗട്ട് ഇല്ല. A non-singular ആണ് എന്താണ്? Determinant A not equal to 0 ആണ്. എന്ത് തെളിയിക്കണം? A ഇൻവേർട്ടബിൾ ആണെന്ന് തെളിയിക്കണം. A ഇൻവേർട്ടബിൾ ആണെന്ന് പറഞ്ഞാൽ എന്താ തെളിയിക്കണ്ടേ? എ ബി ഈക്വൽ ടു ഐ ഈക്വൽ ടു ബി എന്ന് തെളിയിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും വേറൊരു മെട്രിക്സ് തമ്മിൽ ഗുണിച്ചാൽ ഐ എന്ന് കിട്ടണം. അല്ലെ? എയും വേറൊരു മെട്രിക്സ് തമ്മിൽ ഗുണിച്ചാൽ ഐ എന്ന് കിട്ടുമെങ്കിലാണ് ആ രണ്ടാമത്തെ മെട്രിക്സ് എന്ന് പറയല് ഇൻവേഴ്സ് എന്ന് പറയില്ല. എന്റെ ഇൻവേഴ്സ് എന്ന് പറയില്ല. അപ്പൊ അതെങ്ങനെ തെളിയിക്കുന്നത് കേട്ടോ? അതിന് വേണ്ടിട്ട് വി ഹാവ് ബൈ തിയറം 1. നമ്മൾ തിയറം 1 ഇപ്പൊ തെളിയിച്ചു. എന്താണ്? എ ഇൻറ്റു അഡ്ജോയിന്റ് ഈക്വൽ ടു അഡ്ജോയിന്റ് എ ഇൻറ്റു എ ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ. ഡൗട്ടില്ല. നമ്മൾ തിയറം 1 പഠിച്ചു എ ഇൻറ്റു അഡ്ജോയിന്റ് ഈക്വൽ ടു അഡ്ജോയിന്റ് എ ഇൻറ്റു എ ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ. ഡൗട്ടില്ല. ഇപ്പൊ പഠിച്ചു. ഇത് നമ്മൾ പഠിച്ചു. നമുക്ക് തെളിയിക്കണ്ടോ? എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ എന്ന് തെളിയിക്കണം. ഓക്കെ. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0. ഇത് ഡിറ്റർമിനന്റ് 0 അല്ലാന്ന് നമ്മളിവിടെ സപ്പോസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട്? എ നോൺ സിംഗിൾ ആയതുകൊണ്ട്. ഇനി അതിന് വേണ്ടി ചെയ്യുന്ന സ്റ്റെപ്പ് ഒറ്റ സ്റ്റെപ്പാണ് ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ്. എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ ത്രൂ ഔട്ട് ഡിറ്റർമിനന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ ഇക്വേഷൻ ത്രൂ ഔട്ട് ഡിറ്റർമിനന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സ്റ്റെപ്പ് ഇത് എഴുതണം. ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ്. അപ്പൊ ഡിറ്റർമിനന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് നോക്കി ഇവിടെ വരില്ല. എ ഇൻറ്റു അഡ്ജോയിന്റ് ബൈ ഡിറ്റർമിനന്റ് ഏതാ വരില്ല? അതിന് ഞാൻ സൗകര്യത്തിൽ ഇങ്ങനെ എഴുതി. ഓക്കെ. എ ഇൻറ്റു 1 ബൈ ഡിറ്റർമിനന്റ് ഇൻറ്റു അഡ്ജോയിന്റ്. ഡൗട്ടില്ല. അതിനത് എ ഇൻറ്റു അഡ്ജോയിന്റ് ബൈ ഡിറ്റർമിനന്റ് എന്ത് എഴുതി? എ ഇൻറ്റു 1 ബൈ ഡിറ്റർമിനന്റ് ഇൻറ്റു അഡ്ജോയിന്റ് എന്ന് എഴുതി. ഇടാ അഡ്ജോയിന്റ് ബൈ ഡിറ്റർമിനന്റ് എന്ന് എഴുതാണ്ട് 1 ബൈ ഡിറ്റർമിനന്റ് ഇൻറ്റു അഡ്ജോയിന്റ് എഴുതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്തുകൊണ്ട്? ഒരു സ്കെയിലാർ ഒരു മെട്രിക്സ് കൊണ്ട് ഗുണിക്കാനാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലെ? ബൈ ഡിവിഷൻ ഇല്ല. മെട്രിക്സ് നമുക്ക് ഡിവിഷൻ പോസിബിളേ അല്ല. സ്കെയിലാർ കൊണ്ട് നമുക്ക് ഗുണിക്കൽ എന്ന് പറഞ്ഞത് ഹരിക്കൽ എന്ന് പറഞ്ഞില്ല. അതുകൊണ്ടാണ് നിങ്ങളെ പറയുന്നത്. മനസ്സിലായല്ലോ? ഈക്വൽ ടു ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ് എങ്ങനെ എഴുതി? 1 ബൈ ഡിറ്റർമിനന്റ് ഇൻറ്റു അഡ്ജോയിന്റ് ഇൻറ്റു എ ഈക്വൽ ടു ഇവിടെ ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ ഡിറ്റർമിനന്റ് ഡിവൈഡ് ചെയ്താണ് ഐ. മനസ്സിലായാലും ഈ ഒറ്റ സ്റ്റെപ്പിൽ അറിയുള്ളൂ. അതായത് എ ഇൻറ്റു അഡ്ജോയിന്റ് ഈക്വൽ ടു അഡ്ജോയിന്റ് ഇൻറ്റു എ ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഇൻറ്റു ഐ ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ്. ഡിറ്റർമിനന്റ് കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യുന്നത് കിട്ടിയിടാ ഇവിടെ എ ഇൻറ്റു അഡ്ജോയിന്റ് ബൈ ഡിറ്റർമിനന്റ് ആണ്. ഇതിനെങ്ങനെ എഴുതി? എ ഇൻറ്റു 1 ബൈ ഡിറ്റർമിനന്റ് ഇൻറ്റു അഡ്ജോയിന്റ് ഈക്വൽ ടു ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ബൈ ഡിറ്റർമിനന്റ് ഇൻറ്റു അഡ്ജോയിന്റ് ഇൻറ്റു എ ഈക്വൽ ടു ഇത്ര ഐ. നോക്കിയേ ഇതിപ്പോ ശരിക്കും എങ്ങനെയാണെന്ന് സൂക്ഷിച്ച് നോക്കി. ബ്രാക്കറ്റിലെ ഭാഗം 1 ബൈ ഡിറ്റർമിനന്റ് അഡ്ജോയിന്റിലേക്ക് ബി എന്ന് കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടി? എ ബി ഈക്വൽ ടു ബി എ. എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ. ശരിയല്ലേ? വേർ ബി ഈക്വൽ ടു 1 ബൈ ഡിറ്റർമിനന്റ് ഇൻറ്റു അഡ്ജോയിന്റ്. ശരിയല്ലേ? ബി എന്ന് പറഞ്ഞാൽ 1 ബൈ ഡിറ്റർമിനന്റ് ഇൻറ്റു അഡ്ജോയിന്റ്. അങ്ങനെയാണെങ്കിൽ ബിനെല്ലാം നമ്മൾ ഇൻവേഴ്സ് എന്ന് പറയില്ലേ? എന്തുകൊണ്ട്? എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ. അങ്ങനെ ബിനെയാണ് നമ്മൾ എന്ത് പറയില്ലേ? എ ഇൻവേഴ്സ് എന്ന് പറയില്ലേ? അതുകൊണ്ട് നമുക്ക് എന്താ പറയാ? എ ഈസ് ഇൻവേർട്ടബിൾ ആൻഡ് എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 ബൈ ഡിറ്റർമിനന്റ് ഇൻറ്റു അഡ്ജോയിന്റ്. അല്ലേ? അതായത് നമ്മൾ ഈ തിയറത്തിൽ ഇൻവേഴ്സ് കാണാൻ പുതിയൊരു സൂത്രവാക്യാണ് പഠിച്ചത്. എന്താ പഠിച്ചത്? എ ഇൻവേഴ്സ് ഈക്വൽ ടു എത്ര? 1 ബൈ ഡിറ്റർമിനന്റ് ഇൻറ്റു അഡ്ജോയിന്റ്. ഇപ്പൊ നിങ്ങൾ ഇൻവേഴ്സ് കാണാൻ എങ്ങനെയാ പഠിച്ചത്? ഒന്നാമത്തെ പാഠത്തിൽ ബൈ ട്രാൻസ്ഫർമേഷനാണ് പഠിച്ചത്. ബൈ ട്രാൻസ്ഫർമേഷൻ. അല്ലെ? ഇപ്പൊ അങ്ങനെയല്ല. ട്രാൻസ്ഫർമേഷൻ ഒന്നും വേണ്ട. നമുക്കൊരു സൂത്രവാക്യം കിട്ടിയതാ. എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 ബൈ ഡിറ്റർമിനന്റ് ഇൻറ്റു അഡ്ജോയിന്റ്. ഡിറ്റർമിനന്റ് കാണാൻ നമുക്കറിയാം, അഡ്ജോയിന്റ് കാണാൻ നമുക്കറിയാം. അപ്പൊ എ ഇൻവേഴ്സ് എന്നല്ലോ 1 ബൈ ഡിറ്റർമിനന്റ് ഇൻറ്റു അഡ്ജോയിന്റ്. ഓക്കെ. ഈ തിയറി ഈ ഭാഗം കൊണ്ട് ഞാൻ പറയാം. എ നോൺ സിംഗിൾ എന്ന് സപ്പോസ് ചെയ്തു. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ 0. ബൈ തിയറം 1 വി ഹാവ് എ ഇൻറ്റു അഡ്ജോയിന്റ് ഈക്വൽ ടു അഡ്ജോയിന്റ് എ ഇൻറ്റു ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഇൻറ്റു ഐ. സ്റ്റെപ്പ് 1 ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ്. ഈ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് എന്ന് എഴുതുന്നത് എന്തുകൊണ്ട്? ഡിറ്റർമിനന്റ് നോൺ സീറോ ആയതുകൊണ്ടാണ്. അല്ലാണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ല. അപ്പൊ ഇത് നോൺ സിംഗിൾ ആണെങ്കിൽ മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടി. ദാറ്റ് ഈസ് എ ബി ഈക്വൽ ടു ബി ഈക്വൽ ടു ഐ എന്ന് കിട്ടി. ബിക്ക് വരാം 1 ബൈ ഡിറ്റർമിനന്റ് ഇൻറ്റു അഡ്ജോയിന്റ്. സോ എന്തായി? എ ഈസ് ഇൻവേർട്ടബിൾ. അല്ലെ? എ ബി ഈക്വൽ ടു ബി ഈക്വൽ ടു ഐ ആണ് എന്താ അർത്ഥം? ബി എ ഇൻറ്റു ഇൻവേഴ്സ്. ബി എ ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് പറയില്ലേ? എ ഇൻവേർട്ടബിൾ ആണെന്ന് പറയില്ലേ? ഓക്കെ. അപ്പൊ എ ഇൻവേഴ്സ് എത്ര? 1 ബൈ ഡിറ്റർമിനന്റ് ഇൻറ്റു അഡ്ജോയിന്റ്. ഓക്കെ. ക്ലിയർ ആണല്ല? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 3-4 മാർക്കിന് ചോദിക്കുന്നതാണ്. കൃത്യമായിട്ട് പഠിക്കാം. അതായത് നമുക്കിതാ പുതിയ സൂത്രവാക്യം കിട്ടി. എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 ബൈ ഡിറ്റർമിനന്റ് ഇൻറ്റു അഡ്ജോയിന്റ്. എ ഇൻവേഴ്സ് കാണാനുള്ള സൂത്രവാക്യം
ഇത് എഴുതുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 ബൈ ഡിറ്റർമിനന്റ് ആൻഡ് അഡ്ജോയിന്റ് എന്ന് എഴുതുമ്പോൾ തന്നെ മനസ്സിലായി ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ 0 ആയിരിക്കണ്ടേ. ഡിറ്റർമിനന്റ് 0 ആണെന്ന് ഇത് കാണാൻ പറ്റില്ല. എന്തുകൊണ്ട് 1 ബൈ ഡിറ്റർമിനന്റ് ആൻഡ് അഡ്ജോയിന്റ് ഡിറ്റർമിനന്റ് ഡിനോമിനേറ്ററിലാണ് അത് 0 ആണെങ്കിലോ ഇത് ഡിഫൈൻഡ് അല്ല. സോ എന്തായിരിക്കും ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ 0 ആണ്. പിന്നെ നേരത്തെ പഠിച്ച റിസൾട്ട് എ ഇൻറ്റു അഡ്ജോയിന്റ് ഈക്വൽ ടു അഡ്ജോയിന്റ് എ ഇൻറ്റു എ ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ. പിന്നെയോ എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെറ്റ് ടു ബി നോൺ സിംഗുലർ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 അല്ലെ. ഈ കാര്യങ്ങൾ നോട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഇനി നമ്മൾ എ ഇൻവേഴ്സ് കാണുന്നത് 1 ബൈ ഡിറ്റർമിനന്റ് ആൻഡ് അഡ്ജോയിന്റ്. നിങ്ങൾ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എക്സാമിന് ഇൻവേഴ്സ് കാണാൻ വന്നാൽ നമ്മൾ സാധാരണ ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്. ഒരു 3/3 2/2 ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സൂത്രമൊക്കെ ഉപയോഗിക്കേണ്ടത് 1 ബൈ ഡിറ്റർമിനന്റ് ആൻഡ് അഡ്ജോയിന്റ് ആണ്. ബൈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാലേ ഏത് ചെയ്യുന്നു ആദ്യത്തെ പാഠത്തിൽ ചെയ്യുന്നു. ഓക്കെ. ഇപ്പൊ സാധാരണ ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ നമ്മൾ ഈ മെത്തേഡിലാണ് ചെയ്യേണ്ടത്. ഇത് 1 ബൈ ഡിറ്റർമിനന്റ് ആൻഡ് അഡ്ജോയിന്റ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ബൈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ എലമെന്ററി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ ആദ്യത്തെ പാഠത്തിൽ ചെയ്യേണ്ടൂ. ഇത് കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. എ ഈക്വൽ ടു മെട്രിക്സ് 2 - 3 4 1. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വെരിഫൈ എ ഇൻറ്റു അഡ്ജോയിന്റ് എ ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് എ ഇൻവേഴ്സ് ആൻഡ് വെരിഫൈ എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഐ. ആൻസർ നോക്കാം. അപ്പം ആദ്യം നമുക്ക് ഡിറ്റർമിനന്റ് കാണാം. ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു ഡിറ്റർമിനന്റ് 2 - 3 4 1 ഈക്വൽ ടു ബട്ട് 2 × 1 2 minus plus 12 equal to 14 not equal to 0. So determinant 14 not equal to 0. Adjoint 2/2 matrix adjoint കണ്ടുപിടിക്കുന്ന എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. എങ്ങനെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കല്? ആദ്യം ഡയഗണൽ എലമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അപ്പൊ ഇവിടെ 1 ഇവിടെ 2. ഓക്കെ, ഡയഗണൽ എലമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. പിന്നെയോ ഓഫ് ഡയഗണൽ എലമെന്റ് സൈൻ മാറ്റാം. അപ്പൊ -3 3 ആയി, ഈ 4 ഇല്ലതോ -4 ആയി. ഓക്കെ ആണല്ലോ. 2/2 matrix അഡ്ജോയിന്റ് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഡയഗണൽ എലമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. പിന്നെ ഓഫ് ഡയഗണൽ എലമെന്റ് ചിഹ്നം മാറ്റാം. 3 - 4. Then A into adjoint കാണാം. Therefore A into adjoint equal to matrix 2 - 3 4 1 into matrix 1 3 - 4 2. Multiply by matrix 2 plus 12, then 6 - 6, then 4 - 4, then 12 plus 2. That is equal to what? 14 0 0 14. Equal to what? 14 taken outside. Matrix ആണ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. 14 into matrix 1 0 0 1 equal to what? 14 എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് A ആണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. That is determinant A into I. Okay, ഒന്നാമത്തെ ഭാഗം തെളിയിച്ചു. A into adjoint എന്ത് കിട്ടി? ഡിറ്റർമിനന്റ് A into I എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് A inverse and verify A into A inverse equal to I. A inverse കാണാൻ പറഞ്ഞു. എന്താ A inverse എന്ന് പറഞ്ഞാൽ 1 by determinant A into adjoint. That is equal to what? 1 by 40 into matrix 1 3 - 4 2. Okay, ഇതാണ് A inverse. വേണമെങ്കിൽ 1 by 40 കൊണ്ട് ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഉത്തരം എന്ത് വരും? matrix 1 by 14 3 by 14 - 4 by 14 2 by 14. ഓക്കെ, അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് ഇതിന്റെ ബാക്കി സ്റ്റെപ്പ് ചെയ്യാനുകൊണ്ടാണ് ഞാൻ 1 by 14 മുന്നോട്ട് കൊണ്ടത്. ഇപ്പൊ A inverse കിട്ടി. 1 by 14 into matrix 1 3 - 4 2. Consider A inverse equal to matrix 2 - 3 4 1 into 1 by 14 into matrix 1 3 - 4 2. അല്ല, ഇത് I എന്ന് തെളിയിക്കാൻ വേണ്ടിട്ടോ 1 by 14 മൊത്തം പുറത്തേക്ക് എടുത്തു. പിന്നെ ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 plus 12, then 6 - 6, then 4 - 4 12 plus 2. 1 by 14 to 14 0 0 14. That is matrix 1 0 0 1 equal to what? I. Okay. അടുത്ത ക്വസ്റ്റ്യൻ 3/3 ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ A inverse കാണുന്നത് ഓട്ടോമാറ്റിക്കലി വന്നു. പിന്നെ മറ്റു ക്വസ്റ്റ്യൻ കൂടെ വന്നു. കൺസിഡർ ദ മെട്രിക്സ് 4 - 6 1 -1 -1 1 -4 11 -1. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വെരിഫൈ A into adjoint equal to determinant A into I. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് A inverse and verify A into A inverse equal to I. അപ്പൊ ആദ്യം അഡ്ജോയിന്റ് കാണണം. അതിനുവേണ്ടി എന്ത് ചെയ്യാം? 9 കോഫാക്ടർ കാണാം. 3/3 മെട്രിക്സ് അല്ല, ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തത്. ഓക്കെ, 9 കോഫാക്ടർ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ നമ്മൾ ഫൈൻഡ് A inverse ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ട്രാൻസ്ഫോർമേഷൻ ചെയ്യേണ്ട. 3/3 നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ 3/3 അത് ബുദ്ധിമുട്ടാണ്. ഇത് ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ആദ്യം അഡ്ജോയിന്റ് കാണാം. അതിനുവേണ്ടി കോഫാക്ടർ മെട്രിക്സ് ഫസ്റ്റ് കാണാം. അപ്പൊ നോക്കാം, ഒന്നും കൂടെ ഞാനത് പറയാം നമുക്ക്. അപ്പൊ ആദ്യം A11 കോഫാക്ടർ ഓഫ് 4 എന്തോരും -1 + 1 അല്ലെ M11 എത്ര -1 സ്ക്വയർ. ഈ 4 എന്ന റോയും കൊണ്ട് ഒഴിവാക്കി കിട്ടുന്ന ഡിറ്റർമിനന്റ് എത്ര 1 - 11. ഓക്കെ, 1 - 11 എത്ര -10. A12 പറഞ്ഞാൽ എത്ര വരും? A12 പറഞ്ഞാൽ -6ന്റെ കോഫാക്ടർ -1 + 1 + 2 -6 വരുന്ന റോയും കൊണ്ട് ഒഴിവാക്കി കിട്ടുന്ന ഡിറ്റർമിനന്റ് എന്നാലോ 1 + 4 that is -5. A13 -1 + 1 + 3. പിന്നെ M13 എന്ന് പറഞ്ഞുകൊണ്ട് കണ്ട ഈ 1 വരുന്ന റോയും കൊണ്ട് ഒഴിവാക്കി കിട്ടുന്ന ഡിറ്റർമിനന്റ് എത്ര -11 -4 that is -15. A21 എന്നാലോ -1 + 1 + 2. ഈ -1 വരുന്ന റോയും കൊണ്ട് ഒഴിവാക്കി കിട്ടുന്ന ഡിറ്റർമിനന്റ് that is 6 - 11 5. A22
A2 പറയാലോ -1/2 ഈ -1 വരുന്ന റോയും കൂടെ ഒഴിവാക്കി ഇടുന്ന ഡിറ്റർമിനന്റ് ദാറ്റ് ഈസ് -4 + 4 0. A23 പറഞ്ഞാൽ ഈ 1ന്റെ 1 വരുന്ന റോയും കൂടെ ഒഴിവാക്കി ഇടുന്ന ഡിറ്റർമിനന്റ് -1/2 + 2 44 -24 -20. A31 ഇതിന്റെ -4ന്റെ ഇപ്പൊ എന്ത് വരും -1/3 + 1 ഈ റോയും കൂടെ ഒഴിവാക്കി ഇടുന്ന ഡിറ്റർമിനന്റ് ദാറ്റ് ഈസ് -6 + 1 -5. A32 11ന്റെ A32 that is -1/3 + 2 എന്ത് വരും 4 + 1 -5. A33 ഇതിന്റെ എന്ത് വരും -1/3 + 3 എന്ത് വരും -4 -6 -10. ഓക്കെ, ഇപ്പൊ കോഫാക്ടർ മെട്രിക്സ് എഴുതാം, ഓർഡറിൽ എഴുതാം. മെട്രിക്സ് എങ്ങനെ എഴുതി മനസ്സിലായല്ലോ, അതേ ഓർഡറിൽ. ഇപ്പൊ A11 A12 A13 അതേ ഓർഡർ -10 -5 -15 5 0 -20 -5 -5 -10. സോ അഡ്ജോയിന്റ് കോഫാക്ടർ മെട്രിക്സിനെ ട്രാൻസ്പോസ് ചെയ്താൽ ട്രാൻസ്പോസ് ചെയ്യുന്ന എങ്ങനെ ഓർമ്മയുണ്ടല്ലോ, ഒന്നാമത്തെ കോളായിട്ട് എഴുതാം, രണ്ടാമത്തെ കോളായിട്ട് എഴുതാം, മൂന്നാമത്തെ കോളായിട്ട് എഴുതാം. ഓക്കെ, ഓൾസോ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് ഈക്വൽ ടു എന്ത് വരും +4 × 4 എന്ന റോയും ഒഴിവാക്കി എത്ര 1 - 11 -6 + 6 × what -6 വരുന്ന റോയും ഒഴിവാക്കിയാലോ 1 + 4 +1 × 1 വരുന്ന റോയും ഒഴിവാക്കിയാലോ -11 -4 that is 4 × -10 + 6 × 5 + 1 × -15 that is -40 + 30 -15 -25. ഓക്കെ, ഡിറ്റർമിനന്റ് കിട്ടി. A × അഡ്ജോയിന്റ് കാണാം. A × അഡ്ജോയിന്റ് ഈക്വൽ ടു A അഡ്ജോയിന്റ് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/3 അല്ലേ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/3 മെട്രിക്സ് ആയിരിക്കും. ജസ്റ്റ് ഞാൻ പറയാം. അപ്പൊ 4 × -10 -14 then this +30 -15 then ഒന്നാമത്തെ റോന് രണ്ടാമത്തെ കൊടുത്തു 20 -0 -20 then -20 + 30 -10 then രണ്ടാമത്തെ റോന് ഒന്നാമത്തെ കൊടുത്തുണ്ട് 10 + 5 -15 then -5 + 0 -20 then 5 + 5 -10. ഇനിയോ മൂന്നാമത്തെ റോന് ഒന്നാമത്തെ കൊടുത്തുണ്ട് 40 -55 + 15 then മൂന്നാമത്തെ റോന് രണ്ടാമത്തെ കൊടുത്തുണ്ട് -20 + 0 + 20 then 20 -55 + 10. ഓക്കെ, ഇത് ആഡ് ചെയ്താൽ മനസ്സിലായാലും എത്ര കിട്ടും -40 + 30 -25 0 0 0 -25 0 0 0 -25. ടേക്ക് -25 ഔട്ട് സൈഡ്. ഇത് കോമൺ ആയതുകൊണ്ട് 0 × 25 എഴുതാനാണ്. 0ന്റെ കൂടെ ഏത് നമ്പർ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. സോ -25 പുറത്തേക്ക് എടുക്കുക. -25 × മെട്രിക്സ് 1 0 0 0 1 0 0 0 1 that is equal to what ഡിറ്റർമിനന്റ് A × I. ഓക്കെ, ഇനി A ഇൻവേഴ്സ് കാണാം. A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ഡിറ്റർമിനന്റ് A × അഡ്ജോയിന്റ് that is 1 -25 × മെട്രിക്സ് -10 5 -5 -5 0 -5 -15 -20 -10 equal to what -1/25 × മെട്രിക്സ് -10 5 -5 -5 0 -5 -15 -20 -10. ഓക്കെ, വേണമെങ്കിൽ -25 ഉള്ളിലോട്ട് കൊണ്ടുപോവാ. നമ്മൾ അത് കൊണ്ടുപോകാനുള്ള കാരണം ഇനി A × ഇൻവേഴ്സ് I തെളിയിക്കണം. അപ്പൊ ഫ്രാക്ഷൻ വരാണ്ടിരിക്കാൻ ഇത് ഉള്ളിലോട്ട് കൊണ്ടുപോയി ഫ്രാക്ഷൻ ആവും. അത് ഒഴിവാക്കാൻ ഇങ്ങനെ ചെയ്തു. സോ A × ഇൻവേഴ്സ് എടുത്തു. ഇത് A ഇൻവേഴ്സ്. ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് -125 ആദ്യം പുറത്തേക്ക് കൊണ്ടുവന്നു. സോ -125 ഉണ്ട്. നേരത്തെ പോലെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഞാൻ കൂടുതൽ പറയേണ്ടത് തോന്നുന്നു, എന്നാലും ചില കുട്ടിക്ക് പ്രശ്നമില്ലാണ്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഒന്നാമത്തെ റോന് ഒന്നാമത്തെ കൊടുത്തോണ്ട് -40 + 30 -15 then ഒന്നാമത്തെ റോന് രണ്ടാമത്തെ കൊടുത്തോണ്ട് 20 -0 -20 then -20 + 30 -10 then രണ്ടാമത്തെ റോന് 10 + 5 -15 then അതേപോലെ രണ്ടാമത്തെ റോനിൽ നിന്ന് ചെയ്യാം. മൂന്നാമത്തെ അതേപോലെ ചെയ്യാം അല്ലെ. 40 -55 + 15 then -20 + 0 + 20 then 20 -55 + 10. ഓക്കെ, അപ്പൊ ചെയ്യുന്നത് കിട്ടി -1/25 × -25 0 0 0 -25 0 0 0 -25. ഓക്കെ, എന്ത് ചെയ്തു? ഇനി -25 ടേക്കൺ ഔട്ട് സൈഡ്. -25 ഔട്ട് സൈഡിൽ എടുത്ത് എന്താ ചെയ്ത് -25 -1/25 × -25 പ്ലസ് ആയില്ലേ. അപ്പൊ എന്തായി മെട്രിക്സ് 1 0 0 0 1 0 0 0 1 ഈക്വൽ ടു ഇത്ര ആയി. മനസ്സിലായില്ല? ഇപ്പൊ 3/3 മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണാൻ ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. A ഇൻവേഴ്സ് എത്ര 1 ഡിറ്റർമിനന്റ് A × അഡ്ജോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഇതുപോലത്തെ ചെയ്യാം. നമുക്ക് നമ്പേഴ്സിന് വേണം അതിൽ സൈനും കോസെല്ലാം കൊണ്ടുവന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. കൺസിഡർ ദ മെട്രിക്സ് A equal to മെട്രിക്സ് cos α - sin α 0 sin α cos α 0 0 0 1. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വെരിഫൈ A × അഡ്ജോയിന്റ് equal to ഡിറ്റർമിനന്റ് A × I. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് A ഇൻവേഴ്സ് ആൻഡ് വെരിഫൈ A × ഇൻവേഴ്സ് equal to I. ഇതിൽ പരീക്ഷയ്ക്ക് ഫൈൻഡ് A ഇൻവേഴ്സ് മാത്രമാണ് അധികം മിക്കവാറും വരല്. അത് നമുക്ക് എപ്പോൾ ആവശ്യമില്ല. അപ്പൊ അഡ്ജോയിന്റ് കാണാൻ പഠിച്ചാൽ ഇൻവേഴ്സ് ഓട്ടോമാറ്റിക്കലി ആയി. ഓക്കെ,
അതിന്റെ കോഫാക്ടർ കണ്ടുപിടിക്കുക. A11 ഈക്വൽ ടു ഇത് കോസ് ആൽഫന്റെ കോഫാക്ടർ -1/1 കോസ് ആൽഫ വരുന്ന റോയും കൂടെ ഒഴിവാക്കി എടുത്ത ഡിറ്റർമിനന്റ് എത്ര കോസ് ആൽഫ -0 ദാറ്റ് ഈസ് കോസ് ആൽഫ. ദെൻ A12 ഈക്വൽ ടു വാട്ട് -1/1 ഇത് മൈനസ് സൈൻ ആൽഫ ഒഴിവാക്കി എടുത്ത ഡിറ്റർമിനന്റ് എത്ര സൈൻ ആൽഫ -0 സൈൻ ആൽഫ. ദെൻ A13 -1/3 ഈ 0 വരുന്ന റോയും കൂടെ ഒഴിവാക്കി എടുത്ത് സൈൻ ആൽഫ × 0 കോസ് ആൽഫ × 0 0 0. Then A21 -1/2 ഈ സൈൻ ആൽഫ വരുന്ന റോയും കൂടെ ഒഴിവാക്കി എടുത്ത ഡിറ്റർമിനന്റ് -sin ആൽഫ -0 സൈൻ ആൽഫ. A22 -1/2 A22 പറഞ്ഞ ഈ കോസ് ആൽഫ വരുന്ന റോയും കൂടെ ഒഴിവാക്കി എടുത്ത ഡിറ്റർമിനന്റ് ദാറ്റ് ഈസ് കോസ് ആൽഫ -0 കോസ് ആൽഫ. A23 ഈ 0 വരുന്ന അപ്പൊ -1/2 ഈ 0 വരുന്ന റോയും കൂടെ ഒഴിവാക്കിയാലോ 0 0 0. A31 -1/3 ഈ 0 വരുന്ന റോയും കൂടെ ഒഴിവാക്കി എടുത്ത ഡിറ്റർമിനന്റ് 0 0 0. A32 അതേപോലെ ഇത് വരുന്ന ഒഴിവാക്കി എടുത്ത ഡിറ്റർമിനന്റ് 0 0 0. A33 ആകുമ്പോൾ -1/3 ഈ 1 വരുന്ന റോയും കൂടെ ഒഴിവാക്കി കിട്ടുന്ന ഡിറ്റർമിനന്റ് എത്ര കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ അല്ലെ എത്ര -1/6 എത്ര 1 കിട്ടി. സോ കോഫാക്ടർ മെട്രിക്സ് കോസ് ആൽഫ -sin ആൽഫ 0 സൈൻ ആൽഫ കോസ് ആൽഫ 0 0 0 1 ഡൗട്ടില്ല. അതുകൊണ്ടായി അഡ്ജോയിന്റ് പറഞ്ഞ ട്രാൻസ്പോസ് മെട്രിക്സ് കോസ് ആൽഫ സൈൻ ആൽഫ 0 -sin ആൽഫ കോസ് ആൽഫ 0 0 0 1. ഇനി ഡിറ്റർമിനന്റ് കണ്ടു. ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഈക്വൽ ടു പ്ലസ് ഓർമ്മയുണ്ടല്ലോ പ്ലസ് കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ വരുന്ന റോയും കൂടെ ഒഴിവാക്കിയാലോ കോസ് ആൽഫ -0 മൈനസ് പ്ലസ് സൈൻ ആൽഫ ഇൻറ്റു ഇത് ഒഴിവാക്കിയാൽ സൈൻ ആൽഫ -0 പ്ലസ് 0 ഇൻറ്റു 0 0 എത്ര കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ ദെൻ A ഇൻറ്റു അഡ്ജോയിന്റ് കാണാം. എയുടെ എഴുതി അഡ്ജോയിന്റ് കണ്ടുപിടിച്ചത് എഴുതി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ കിട്ടുക കോസ് സ്ക്വയർ ആൽഫ കോസ് ആൽഫ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് 0 ദെൻ കോസ് ആൽഫ ഇൻറ്റു സൈൻ ആൽഫ -sin ആൽഫ ഇൻറ്റു കോസ് ആൽഫ പ്ലസ് 0 ദാറ്റ് ഈസ് 0. ദെൻ 0 + 0 + 0 ഡൗട്ടില്ല. ഇനി രണ്ടാമത്തെ റോയിൽ ഒന്നാമത്തെ കൊടുത്തോണ്ട് സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ കോസ് ആൽഫ ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് 0 ദെൻ സൈൻ ആൽഫ ഇൻറ്റു സൈൻ ആൽഫ സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് 0 × 0 0 ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ. ദെൻ രണ്ടാമത്തെ റോയിൽ മൂന്നാമത്തെ കൊടുത്തോണ്ട് സൈൻ ആൽഫ ഇൻറ്റു 0 0 പ്ലസ് കോസ് ആൽഫ ഇൻറ്റു 0 0 പ്ലസ് 0 × 1 0 ദിസ് ഈസ് 0. ദെൻ തേർഡ് കോളം ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 0 into cos alpha 0 plus 0 into sin alpha 0 1 into 0 0 then 0 plus 0 plus 0 then last third row third column 0 plus 0 plus 1. Okay, cos square alpha plus sin square alpha 1 ആയി cos alpha sin alpha minus sin alpha cos alpha cancel ആയി ഇവിടെ. So this is answer is matrix 1 0 0 0 1 0 0 0 1. That is 1 into matrix 1 0 0 0 1 0 0 0 1. Determinant ഏതൊരു 1 അല്ലേ കിട്ടി. So this is equal to what? Determinant A into I. ഇനിയോ അപ്പൊ A inverse എത്ര A inverse equal to 1 by determinant into adjoint. That is 1 by 1 into matrix cos alpha sin alpha 0 minus sin alpha cos alpha 0 0 0 1. That is matrix cos alpha sin alpha 0 minus sin alpha cos alpha 0 0 0 1. നമ്മൾ ശരിക്കും A inverse ഒന്ന് ഇത് adjoint തന്നെ കിട്ടും. കൺസിഡർ A into A inverse കാണാം. രണ്ട് മൾട്ടിപ്ലൈ നേരത്തെ ചെയ്ത പോലെ മൾട്ടിപ്ലൈ. ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത ഒരു മെത്തേഡ് തന്നെയാണ്. അപ്പൊ റോ കോളം മെത്തേഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വാല്യൂ എന്ത് കിട്ടുന്നത്? റോ കോളം മെത്തേഡ് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ ചെയ്യുമ്പോൾ അതേ മെട്രിക്സ് തന്നെ വരുന്നത് കൊണ്ട് മാറ്റില്ല. കോസ് സ്ക്വയർ ആൽഫ സൈൻ സ്ക്വയർ ആൽഫ 0 അതേപോലെ വരും. 3/3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/3 കിട്ടും. അപ്പൊ 1 0 0 0 1 0 0 0 1 കിട്ടും. എല്ലാം തന്നെ ഐ തന്നെ മനസ്സിലായല്ലോ. അപ്പൊ ഈ ക്വസ്റ്റൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് A ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 1 by ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത്. ഡിറ്റർമിനന്റ് ആദ്യം കാണാം, അഡ്ജോയിന്റ് കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് 2 ക്വസ്റ്റൻ ചെയ്ത് കുറച്ചുകൂടി സമയം എടുക്കും നമ്മൾ ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി നമുക്കൊരു വെറൈറ്റിയിൽ ക്വസ്റ്റൻ നോക്കാം. A equal to matrix 2 3 1 minus 4, B equal to matrix 1 minus 2 minus 1 3. Verify AB whole inverse equal to B inverse A inverse. നോക്കാം, AB whole inverse B inverse A inverse തെളിയിക്കണം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇനി ഇൻവേഴ്സ് കാണാനുള്ള സൂത്രവാക്യം നമുക്ക് പുതിയത് പഠിച്ചു. ഇത്ര A inverse എന്ന് പറഞ്ഞാൽ 1 by ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് ആണ് അല്ലേ. അപ്പൊ ഇവിടെ എന്തൊരു AB inverse ആണ് ആദ്യം കണ്ട്. AB inverse എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A inverse 1 by ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ്. അപ്പൊ AB inverse ശരിക്കും എന്താണ്? AB whole inverse എന്ന് പറഞ്ഞാൽ 1 by determinant AB into adjoint AB ആണ്. ഡൗട്ടില്ല. AB whole inverse എന്ന് പറഞ്ഞാൽ 1 by determinant AB into adjoint AB ആണ്. അപ്പൊ അത് കാണണമെങ്കിലോ ആദ്യം AB കാണാം. ഓക്കെ, AB A matrix 2 3 1 minus 4, B matrix 1 minus 2 minus 1 3. AB മൾട്ടിപ്ലൈ എന്തുകൊണ്ട് നോക്കടാ. 2 into 1 2 minus 3 2 minus 3 minus 1. Then 2 into minus 2 minus 4 plus 3 into 3 9 minus 4 plus 9 that is 5. Then second row first column 1 into 1 1 plus 4 that is 5. Then 1 into minus 2 minus 2
-12 that is -14. AB കിട്ടി. ഇതാണ് AB. AB കിട്ടി. AB ഹോൾ ഇൻവേഴ്സ് കാണാനുള്ള സൂത്രവാക്യം 1 ഡിറ്റർമിനന്റ് A അഡ്ജോയിന്റ് AB ആണ്. അതുകൊണ്ട് ഡിറ്റർമിനന്റ് AB ആണ്. ഡിറ്റർമിനന്റ് AB ഈക്വൽ ടു ഡിറ്റർമിനന്റ് എത്ര? -1 - -14 14. 14 minus what? 25. 14 minus 25 എന്ന് പറഞ്ഞാൽ -11 നോട്ട് ഈക്വൽ 0 അല്ലേ? അപ്പൊ ഡിറ്റർമിനന്റ് AB കിട്ടി -11. അപ്പൊ AB ഇൻവേഴ്സോ 1 ഡിറ്റർമിനന്റ് AB അഡ്ജോയിന്റ് AB. That is what? -1/11 into അല്ലെ അഡ്ജോയിന്റ് AB. എങ്ങനെ അഡ്ജോയിന്റ് AB കിട്ടില്ലേ? ഇത് 2/2 ആണ്. ഇതാണ് AB, ഇത് AB. അപ്പൊ അഡ്ജോയിന്റ് AB എങ്ങനെ കിട്ടില്ലേ? 2/2 ആകുമ്പോൾ ആദ്യം ഡയഗണൽ എലിമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അപ്പൊ ഇതാ ഇത് -14 ഇത് -1. ഇനിയോ ഓഫ് ഡയഗണൽ എലിമെന്റ് ചിഹ്നം മാറ്റാം. അപ്പൊ ഇത് -5 ഇത് -5. മനസ്സിലായില്ല? സിമ്പിൾ ആണ്. ഇതെങ്ങനെയാ ചെയ്യുന്നത്? 2/2 മെട്രിക്സ് ആണ് അഡ്ജോയിന്റ് കാണാൻ വളരെ എളുപ്പമാണ്. ഡയഗണൽ എലിമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഒന്ന് -14 -1. ഓഫ് ഡയഗണൽ എലിമെന്റ് ചിഹ്നം മാറ്റാവുന്നല്ലോ. -5 -5. ഓക്കെ. അപ്പൊ എന്ത് കിട്ടി? ഈ മൈനസ് പിന്നെ മൈനസ് ഉള്ളോട്ട് കൊണ്ടുപോയി. മൈനസിനെ ഉള്ളോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായി? 1/11 into ഇത് ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14 5 5 1. ഓക്കെ. ഇതാണ് AB ഹോൾ ഇൻവേഴ്സ്. ഇനി എന്ത് തെളിയിക്കണം? AB ഹോൾ ഇൻവേഴ്സ് ഈക്വൽ എന്ന് തെളിയിക്കണം. B ഇൻവേഴ്സ് A ഇൻവേഴ്സ് തെളിയിക്കണം. ശ്രദ്ധിക്കണം. B ഇൻവേഴ്സ് A ഇൻവേഴ്സ് ഇത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പ്രോപ്പർട്ടി പഠിച്ചതാണ്. അപ്പൊ അതിന് വേണ്ടിട്ടോ അത് B ഇൻവേഴ്സ് A ഇൻവേഴ്സും കാണണം. അപ്പൊ B ഇൻവേഴ്സ് കാണാനുള്ള സൂത്രമാക്കിയോ 1 ഡിറ്റർമിനന്റ് B into അഡ്ജോയിന്റ് B. A ഇൻവേഴ്സോ 1 ഡിറ്റർമിനന്റ് A into അഡ്ജോയിന്റ്. അപ്പൊ അതിൽ ഈസി ആയിട്ട് നമുക്ക് കാണാം. നമുക്ക് ആദ്യം ഡിറ്റർമിനന്റ് കാണാം. ഡിറ്റർമിനന്റ് A പറഞ്ഞാൽ നോക്കടാ ഇതെന്ത് വരും? -8 2 into -4 -8 -3 that is -11 not equal 0. ഡിറ്റർമിനന്റ് B എത്ര? 1 into 3 3 -2 that is 1 not equal 0. Okay. Therefore A inverse and B inverse both exist and given by A inverse equal to -8 ഡിറ്റർമിനന്റ് -1/11 ആണ്. A inverse കാണാനുള്ള സൂത്രമാക്കിയോ 1 ഡിറ്റർമിനന്റ് A അഡ്ജോയിന്റ്. അപ്പൊ -1/11 into അഡ്ജോയിന്റ്. അഡ്ജോയിന്റ് എങ്ങനെ കിട്ടില്ല? ഇത് നേരത്തെ പോലെ ഡയഗണൽ എലിമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഇത് -4 2. ഓഫ് ഡയഗണൽ എലിമെന്റ് ചിഹ്നം മാറ്റാം. -3 -1. ഓക്കെ. B ഇൻവേഴ്സ് ഇത് B ഇൻവേഴ്സ് 1 ഡിറ്റർമിനന്റ് A B. 1 ഡിറ്റർമിനന്റ് B എത്ര? 1 ആണ്. അപ്പൊ 1/1 into അതേപോലെ ഡിറ്റർമിനന്റ് B ആദ്യം ഡയഗണൽ എലിമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഇത് 3 ഇത് 1. ഓഫ് ഡയഗണൽ എലിമെന്റ് ചിഹ്നം മാറ്റാം. ഇത് 2 ഇത് 1. ഓക്കെ. എന്ത് തെളിയിക്കണം? AB ഹോൾ ഇൻവേഴ്സ് B ഇൻവേഴ്സ് A ഇൻവേഴ്സ് തെളിയിക്കണം. ഇനി B ഇൻവേഴ്സ് A ഇൻവേഴ്സ് കാണാം. കൺസിഡർ B ഇൻവേഴ്സ് A ഇൻവേഴ്സ് ഈക്വൽ ടു ശ്രദ്ധിക്കണം B ഇൻവേഴ്സ് A ഇൻവേഴ്സ് ആണ്. അപ്പൊ ആദ്യം B ഇൻവേഴ്സ് പിന്നെ A ഇൻവേഴ്സ് അങ്ങനെ എഴുതണേ. പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം B ഇൻവേഴ്സ് പിന്നെ A ഇൻവേഴ്സ്. സോ ആദ്യം B ഇൻവേഴ്സ് എഴുതി. B ഇൻവേഴ്സ് ഇതെങ്ങനെ ശ്രദ്ധിക്കുക? ഇത് ഏത് സ്റ്റെപ്പിൽ 1/11 എന്ന് പറഞ്ഞാൽ A ഇൻവേഴ്സിന്റെ കൂടെ ഇല്ലയാണ്. അതിന്റെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുത്തത്. ഓക്കെ. മെട്രിക്സ് എഴുതുമ്പോൾ ഫസ്റ്റ് B ഇൻവേഴ്സ് തന്നെ എഴുതണേ. അപ്പൊ 1/11 into the B ഇൻവേഴ്സ് എത്ര? മെട്രിക്സ് 3 2 1 1 into A ഇൻവേഴ്സ് പറഞ്ഞാൽ ശരിക്കും 1/11 into വരില്ല. 1/11 പുറത്തേക്ക് എടുത്തതാണ്. സോ മെട്രിക്സ് എത്ര? -4 -3 -1 2. ഇത് പറഞ്ഞ മുമ്പിൽ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എഴുതിക്കോ. B ഇൻവേഴ്സ് A ഇൻവേഴ്സ് ഇങ്ങനെ എഴുതിക്കോ. മെട്രിക്സ് 3 2 1 1 into 1/11 into മെട്രിക്സ് -4 -3 -1 2. എന്നിട്ട് 1/11 പുറത്തേക്ക് എടുക്കാം. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് A ഇൻവേഴ്സ് B ഇൻവേഴ്സ് ആയിട്ട് മാറും. ഓക്കെ. ഇതേ ഓർഡർ ആയിരിക്കണം. ആദ്യം B ഇൻവേഴ്സ് രണ്ടാമത് A ഇൻവേഴ്സ്. സോ 1/11 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -12 3 into -4 -12 -2 -14. Then 3 into -3 -9 plus 4 -5. Then -4 -1 -5. Then -3 plus 2 -1. എന്ത് ചെയ്യാം? that is എന്ത് ചെയ്യാം? മൈനസ് ഉള്ളോട്ട് കൊണ്ടുപോകാം. സോ 1/11 into മെട്രിക്സ് 14 5 5 1. അപ്പൊ എന്ത് കിട്ടി? AB ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു കിട്ടി. B ഇൻവേഴ്സ് A ഇൻവേഴ്സ് കിട്ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ. ആ ഓർഡർ തന്നെ ചെയ്യണം. ശ്രദ്ധിക്കണം. AB ഹോൾ ഇൻവേഴ്സ് കാണുമ്പോൾ ആദ്യം AB ഹോൾ ഇൻവേഴ്സ് 1 ഡിറ്റർമിനന്റ് AB into അഡ്ജോയിന്റ് AB. AB കാണാം പിന്നെ അഡ്ജോയിന്റ് AB കാണാം. B ഇൻവേഴ്സ് A ഇൻവേഴ്സ് കാണുമ്പോൾ B ഇൻവേഴ്സ് A ഇൻവേഴ്സ് കാണുമ്പോൾ ശ്രദ്ധിക്കണം. B ഇൻവേഴ്സിന് ആദ്യം എഴുതണം. A ഇൻവേഴ്സ് രണ്ടാമത് എഴുതണം. അല്ലാണ്ട് ഓർഡർ മാറിയാൽ ഉത്തരം കിട്ടൂല, തെറ്റും. ഓക്കെ. ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം, അസൈൻമെന്റ് ആയിട്ട് ചെയ്യാം. വെരിഫൈ A into adjoint A equal to adjoint A into A equal to determinant A into I. In exercise 3 and 4 ഇതിൽ do the 2/2 matrix 2 3 -4 -6 ഇത് 3/3 matrix 1 -1 2 3 0 -2 1 0 1 0 3. അടുത്ത find inverse of each of the matrices in exercise 5 6 7. 5 matrix 2 -2 4 3. 6 matrix -1 5 -3 2. 7 matrix 1 2 3 0 2 4 0 0 5. ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഇൻവേഴ്സ് ഗവൺമെന്റ് അല്ല, ഈ 5 6 7 ഈ ക്വസ്റ്റിന് ഏതെങ്കിലും ഒന്നിന്റെ ഡിറ്റർമിനന്റ് 0 ആണെന്ന് ചോദിക്കാം. ഇതിന്റെ ഡിറ്റർമിനന്റ് 0 ആണെങ്കിലോ ഇൻവേഴ്സ് ഇല്ല അല്ലെ, ഇൻവേഴ്സ് എക്സിസ്റ്റ് അല്ല. ഓക്കെ. അപ്പൊ ഇൻവേഴ്സ് കാണുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഡിറ്റർമിനന്റ് കണ്ടാൽ മതി. ഡിറ്റർമിനന്റ് കണ്ടിട്ട് അഡ്ജോയിന്റ് കാണാൻ പോയാൽ മതി. ഓക്കെ. 12ാമത് ലെറ്റ് A ഈക്വൽ ടു മെട്രിക്സ് 3 7 2 5 B ഈക്വൽ ടു മെട്രിക്സ് 6 8 7 9. വെരിഫൈ AB ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു B ഇൻവേഴ്സ് A ഇൻവേഴ്സ്. ഇത് നമ്മൾ ഇപ്പൊ ചെയ്ത പോലെ തന്നെ ശ്രദ്ധിച്ച് ചെയ്യുക. ആ ഓർഡറിൽ നിങ്ങൾ എപ്പോൾ പാലിക്കണം കൃത്യമായിട്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇൻവേഴ്സ് കാണാനാണ് പഠിച്ചത്. A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര? 1 ഡിറ്റർമിനന്റ് A into അഡ്ജോയിന്റ് ആണ് A ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ഡിറ്റർമിനന്റ് കാണാനും പഠിച്ചപ്പോൾ അഡ്ജോയിന്റ് കാണാനും പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് അഡ്ജോയിന്റ് കാണാൻ കോഫാക്ടർ കാണണം. ഇപ്പൊ 3/3 മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണാൻ നമ്മൾ ഇതിൽ പഠിച്ചു. ആദ്യത്തെ പാഠത്തിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ടാണ് പഠിക്കുന്നത്. അത് കുറച്ചുകൂടെ ടഫായ ഒരു സംഭവമാണ് അല്ലേ. അപ്പൊ ഇതിൽ നമ്മൾ ഇൻവേഴ്സ് കാണാൻ പഠിച്ചു, അഡ്ജോയിന്റ് വെച്ച് കാണാൻ പഠിച്ചു. ആ ഭാഗങ്ങളിൽ എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഈ ഇൻവേഴ്സിന്റെ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് അഡീഷണൽ ആയിട്ട് 5-8 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരും. പിന്നെ അത് ഇൻവേഴ്സ് ഉപയോഗിച്ചിട്ട് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യുന്നതിന്റെ കൺസെപ്റ്റ് വരില്ല. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ പ്രോബ്ലംസ് ആണ് വരില്ല, വെറൈറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പൊ ക്ലാസ് എല്ലാവരും നല്ല രീതിയിൽ കാണുക, എല്ലാം ചെയ്ത് പഠിക്കുക. ഓക്കെ.